മുകളിലോട്ടാക്കരുത്, താത്തി വെക്കും. കുമ്പിട്ട് കൊഴിഞ്ഞ വിഷുവിൻ്റെ അന്നൊരു ഷോർട്സ് എടുക്കാനാട്ടോ വിചാരിച്ചത്. പക്ഷേ ഈ ലോങ് വീഡിയോ ഇടാതിരുന്ന് ലോങ് വീഡിയോ ഇടാനുള്ള ടച്ച് വിട്ടു പോകുന്നു എന്നൊരു ഡൗട്ട്. അതുകൊണ്ട് അപ്പം അതൊക്കെ ലോങ് വീഡിയോ ഇനി സജീവമാകാം എന്ന് വിചാരിച്ചിട്ട് വിഷുവിൻ്റെ അന്ന് നമ്മൾ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ കണിയൊക്കെ കണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ പിന്നെയും ചെറുതായിട്ട് ഒന്ന് കിടന്നു കേട്ടോ. ഉറങ്ങിയില്ല, കിടന്നത് മാത്രമേ ഉള്ളൂ. ഫോണൊക്കെ നോക്കിക്കൊണ്ട് കിടന്നു. എന്നിട്ട് പിന്നെയും എഴുന്നേറ്റ് വന്നിട്ട് മുഖമൊക്കെ നന്നായിട്ട് കഴുകി ഇനിയിപ്പോൾ കുളിക്കാനുള്ള പോക്കാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം മുഖം കഴുകിയിട്ട് ഇങ്ങനെ ടവലിലൊന്ന് മുഖം അപ്പിയെടുക്കും. എന്നിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടെ ടിഷ്യൂ പേപ്പറിന് ഭയങ്കര ചിലവാണ്. അപ്പം രാവിലെ വിളക്ക് എത്തിച്ചതാണല്ലോ. ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ 3:50-നും 4:40-നും ഇടയ്ക്കാണ് വിഷുക്കണി കാണേണ്ടതെന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു 4 മണിക്കും 4:30-ക്കും ഉള്ളിലാട്ടോ കണിയൊക്കെ കണ്ടത്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഇങ്ങനെ തിരിയിലല്ല വിളക്കിൽ എണ്ണ കുറവായിട്ട് കണ്ടു. അപ്പോൾ കരിന്തിരി കത്തണ്ട, കുറച്ച് നേരം കൂടെ വിളക്ക് നന്നായിട്ട് കത്തട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിറയെ എണ്ണയൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുത്തേ. രാത്രിയിൽ ഞാനിവിടെ എല്ലാം ഒതുക്കി പറക്കി ഇട്ടതാണ്. പക്ഷേ റിമോട്ടും കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിരുന്നത് ഞാനൊന്ന് ഒതുക്കി പറക്കിയിട്ട് മേളിൽ പോയി കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മേളിലാണ് നമുക്ക് ഹീറ്റർ ഉള്ളത്. അപ്പോൾ ചൂടുവെള്ളത്തിൽ രാവിലെ കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് സാരി ഉടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു സാരി നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നേ. ഭയങ്കര അടിപൊളിയാണ്. ഇത് വാങ്ങിയിട്ട് ഒരുപാട് പേര് എനിക്ക് നല്ലതാന്ന് പറഞ്ഞു കേട്ടോ. ഇതിന് ഒട്ടും വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അത് ഉടുക്കുന്ന തിരക്കത്തിറക്കിലാണ്. എൻ്റെ ദൈവം, ഞാൻ സാരി ഉടുക്കുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ ഉടുക്കുന്നത് വളരെ മോശമായിട്ടാണെന്ന്. കാരണം വളരെ എനിക്ക് അറിയത്തില്ല ഇത് ഉടുക്കാൻ വേണ്ടിയിട്ട്, അതാണ് കാര്യം. പിന്നെ എൻ്റെ ഒരു അറിവിൽ ഞാൻ അങ്ങോട്ട് കുത്തി നിറച്ച് വെച്ചു. ഇതിപ്പോൾ രണ്ടാമത് ഉടുക്കുന്നതിൻ്റെ കാരണം പിന്നില്ലെന്നേ. പിന്നെ കഷ്ടിച്ച് ഞാൻ 1-2 പിന്നോ എവിടുന്നോ തപ്പിയെടുത്തു. ഇതിൻ്റെ ഇടയിൽ ഞാൻ സീച്ചേട്ടനെ അപ്പൂനെ വിളിക്കുന്നുണ്ട് കേട്ടോ. 2 എഴുന്നേറ്റോ ഇല്ലെങ്കിൽ ഇപ്പോൾ വന്ന് ഞാൻ മുഖത്ത് വെള്ളം ഒഴിക്കൂന്ന്. അങ്ങനെ 2 പേരും കൂടെ എഴുന്നേറ്റ് കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടേ. അപ്പോൾ ഞാൻ സാരിയൊക്കെ ഒരുവിധം ഉടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുങ്കുമം തൊടുകയാണ് കേട്ടോ. ഇപ്പോഴത്തെ കുങ്കുമം ഉണ്ടല്ലോടാ, നമ്മളിങ്ങനെ നെറ്റിൽ തൊട്ട് കഴിഞ്ഞാൽ അതൊരുമാതിരി പോത്തില്ല. അവിടെ ഇങ്ങനെ തന്നെ നമുക്ക് എന്താ പറയുന്നത്, കളറ് പിടിച്ച പോലെ അങ്ങ് ഇരിക്കും. അതുകൊണ്ട് എപ്പോഴും ഞാൻ തൊടാറില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തൊടാൻ, പക്ഷെ എപ്പോഴും തൊടാറില്ല കേട്ടോ. ചിലർക്ക് ആ സൈഡിലെ മുടിയൊക്കെ പോകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അതെനിക്കിങ്ങനെ സ്റ്റിക്ക് തൊടുന്നതിനെക്കാട്ടി എനിക്കിങ്ങനെ കുങ്കുമം വലിച്ച് ഇങ്ങനെ ഒരുപാട് ഇടാനാട്ടോ ഇഷ്ടം. അങ്ങനെ ഇതാ കുങ്കുമമൊക്കെ തൊട്ട്. ഇത് നമ്മൾ അന്ന് ഞാനിത് ഷോർട്സ് ഇട്ടില്ല, ഞാൻ ഇടാൻ കേട്ടോ. വിഷുവായിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പിത്തളപാത്രങ്ങൾ, പിത്തളാന്ന് തന്നെയല്ലേ പറയുന്നത്, ചെമ്പ് കളറിലെ. അപ്പോൾ അത് വാങ്ങാൻ പോയപ്പോൾ ഞാൻ കുങ്കുമത്തിൻ്റെ ആ ഒരു ഇടുന്ന ചെപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ അമ്പലത്തിൽ പോകാൻ നേരത്ത് ഏത് മാല ഇടണം എന്ന് നോക്കുവാണ്. എനിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഹെവി ആയിട്ട് മാലയൊന്നും ഇടുന്നത് അത്ര ഭംഗി വരത്തില്ലെന്നേ. അങ്ങനെ ഞാൻ സിമ്പിളായിട്ട് ഞാൻ ഇതൊക്കെ വലിച്ചു വരി ഇട്ടു. എന്തിനാ ഇടുന്നതെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ, 1-ാം തീയതിയൊക്കെ അല്ലേ, അതുകൊണ്ട് കുറച്ച് ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. പക്ഷെ വീട്ടിൽ നിന്ന് ഒരുക്കേ ഉള്ളൂ കേട്ടോ. ഇത് മൊത്തം ഊരി വെച്ച് സിമ്പിളായിട്ടൊരു ചെയിനും ഇട്ടുകൊണ്ടാണ് പോകുന്നത്. ഇപ്പൊ കണ്ണാടി നോക്കിയിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്കിതൊന്നും ചേരില്ലെന്ന്. ആ പറഞ്ഞിട്ട് ഞാനതെല്ലാം അങ്ങ് ഊരി വെച്ചേ. അപ്പുക്കുട്ടൻ്റെ മുടി കുറച്ച് നീളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ബാക്കിൽ ഇങ്ങനെ കെട്ടി വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതൊരു ബ്ലാക്ക് റബ്ബർ ബാൻഡ് പോലത്തെ ബാൻഡ് കിട്ടും, അതുകൊണ്ട് കെട്ടിയാലേ ഭംഗി വരുള്ളൂ കേട്ടോ. ഇതിപ്പോൾ അവൻ ഇങ്ങനെ എന്നാ ഒന്ന് കെട്ടി കാണിച്ച അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ എൻ്റെ ഒരു ബണ്ണെടുത്തിട്ട് ഞാനിങ്ങനെ കെട്ടിക്കൊടുത്ത കേട്ടോ. പക്ഷെ അതൊരു ഭംഗിയില്ല. ഞാൻ പറഞ്ഞത് മോനെ പോകുന്നതിന് മുമ്പ് ഊരണേ, അത് പെൺകുട്ടികൾ കെട്ടുന്ന പോലെ ആയിരിക്കുക, മാത്രമല്ല അതിനൊരു ഭംഗിയില്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ അവനത് ഓക്കെ അമ്മ ഇച്ചിരി ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോഴത്തേന് ഊരാന്നൊക്കെ പറഞ്ഞു. സാരല്ല, നീ തുറക്ക്. മുണ്ട് മടക്കി ഉടുക്കും മോനെ. അപ്പുക്കുട്ടൻ ആ മുണ്ട് കുറച്ച് വലുതായിരുന്നു കേട്ടോ. മാത്രമല്ല അവൻ ഇച്ചിരി തടി കുറവാണല്ലോ. അപ്പോൾ അവനിങ്ങനെ അത് ചുറ്റി വരുമ്പോൾ അതിൻ്റെ പശ കറക്റ്റായിട്ട് നിൽക്കുന്നില്ല, അതിൻ്റെ ആ സ്റ്റിക്ക് ഒട്ടിക്കുന്ന സാധനം കേട്ടോ. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് അവനെ ഉടുത്തൊക്കെ കൊടുത്തു. അപ്പുക്കുട്ടൻ മുണ്ടഴിഞ്ഞു പോകുന്നതിന്റെ സങ്കടത്തിലിരിക്കുക അല്ലേ അപ്പു? ഞാനാണെങ്കിൽ വാക്സ് എടുത്ത് ഇവിടെ എല്ലാം തേച്ച് വെച്ചേക്കും അല്ലേ. ആ മുടി ഇങ്ങനെ ക്ലിങ് ഇങ്ങനെ കിടക്കും. ഇല്ല സിനിമയ്ക്കകത്ത് സലീംകുമാറിന് ഇങ്ങനെ കിടക്കത്തില്ലേ, സലീംകുമാറിനല്ല
ആർക്കായിരുന്നു അങ്ങനെ കിടക്കുന്നത് ഫ്രണ്ടിൽ മുടി വെട്ടിയിട്ടേക്കുന്നത്? മറ്റേ ദിലീപിന്റെ സിനിമ തിളക്ക സിനിമയ്ക്കകത്ത് ഹരിശ്രീ അശോകന്റെ മുടി അതുപോലെ കിടക്കും. അമ്പലത്തിൽ വന്നപ്പോൾ അമ്പലത്തിൽ പൂജ ശിവേലി നടക്കുക. അപ്പം നമ്മൾ കാറിൽ തന്നെ കുറച്ചേരം ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, കാരണം അകത്ത് കയറ്റത്തില്ല. ശിവേലിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് തൊഴുത് ഇറങ്ങിയേ. അമ്പലത്തിൽ നിന്ന് നേരെ സിച്ചേട്ടന്റെ വീട്ടിലോട്ടാട്ടോ ചെന്നത്. അവിടെ ചെന്നപ്പോ എല്ലാരും ഹോളിലുണ്ട്. നീ അമ്പലത്തിൽ പോയില്ലേ? ഉറങ്ങുന്ന പോലുണ്ട്. മത്സ്യകന്യകൻ അത് മാമൻ വെയിറ്റ് വെക്കാത്തതാ. വെയിറ്റ് വെച്ചാൽ നീ പൊട്ടി പോയാലേ. 100 കിലോ ഇല്ലേ? എങ്ങനെയൊക്കെ പോയേക്കുന്ന ചുമ്മാ എടുത്തേക്കുവാ. അടിയിലെ പ്ലേറ്റ് അടിയിൽ കൂടി നീ വെളിയിൽ വന്നു. സാങ്കേതികം ഉണ്ടായിരുന്നു അത്. പക്ഷെ അന്ന് ഒരിക്കൽ അപ്പൂനത് ഇട്ടു. കൊള്ളാം, പുതിയ ഡിസൈൻ കണ്ടുപിടിച്ചു അല്ലേ? കുമ്പിട്ട് തൊഴിഞ്ഞ ഇതെന്തുവാടി നിന്റെ മോയി ചോദിച്ചു പഠിക്കുന്നു. സാകേതിന്റെ ഒരു ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ പാലുകാച്ചിന്റെ സമയത്ത് അവൻ ഇട്ടിരുന്ന ഡ്രസ്സാണ്. ഇപ്പം അവനത് ചെറുതായല്ലോ, അപ്പം അപ്പുക്കുട്ടനത് പാകം വന്നോന്ന് അറിയാൻ വേണ്ടിയിട്ട് ചേച്ചി തന്നതാണ്. അപ്പം സാകേതിന്റെ പഴയതെല്ലാം അപ്പുക്കുട്ടനാണ് കേട്ടോ ഇടുന്നത്. അങ്ങനെ അത് എടുത്ത് വെച്ചിട്ട് ഞാൻ കൈ മടക്കി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ കൈ മടക്കുന്നു അവന് ഇഷ്ടമല്ല കേട്ടോ. അവൻ അമ്മ എനിക്ക് ചൊറിയുന്നൊക്കെ പറഞ്ഞത് മൂത്തതോ അവിടെ പോയി ഇരുന്ന്. സന്തോഷം. സത്യത്തിൽ ഞാൻ കൈനീട്ടം കൊണ്ട് 800 രൂപയുടെ സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടേക്കാം. 800 രൂപ കറക്റ്റ്. കൈനീട്ടം കണ്ടിട്ട് 800 രൂപയുടെ സാധനം ഓർഡർ ചെയ്തു. പിന്നെ അമ്മ ഒരു കൊടുത്താൽ മിടുക്കനായിട്ട് പഠിക്കണം കേട്ടാ. ഇതും കൈ വെച്ചോ വെച്ചോ. ചേട്ടന് കാൽ നീട്ടി ഒരെണ്ണം തന്നാ മതിയോ ചേട്ടാ? മൂത്താരാണ് കൊടുക്കേണ്ടത്. പൈസ ഇല്ല. അപ്പൂനെ ഇങ്ങനെ കൈ മടക്കി വെച്ചിട്ട് കയ്യില് ഇത്രയും പൈസ മേടിച്ചിട്ട് 5 പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ നിനക്ക് ഉറപ്പില്ലടാ. 5 പൈസ ഇല്ല, ബാക്കിയുള്ളൂ 100. ഉച്ചക്കത്തേക്കുള്ള സദ്യയുടെ ഒരുക്കങ്ങളാണ് കേട്ടോ ഈ കാണിക്കുന്നത് മുഴുവൻ. അതായത് ഇവിടെ എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ സദ്യ ഒരുക്കും. അപ്പോൾ ഇന്ന് വിഷു ആയതുകൊണ്ട് സദ്യ കേട്ടോ. അത് എല്ലാ വർഷവും സദ്യ ഉണ്ടായിരിക്കും ഇവിടെ. അപ്പോൾ അമ്മ എല്ലാം റെഡിയാക്കി വച്ചേക്കാണ്. ഇനി ഉണ്ടാക്കുന്നതിൻ്റെ അകത്തോട്ട് കൈ കടത്തുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. അത് അമ്മ തന്നെ പെട്ടെന്ന് ഷടപടയെന്ന് എല്ലാം അങ്ങ് ചെയ്ത് തീർക്കും. സാമ്പാറും കൂടെ റെഡിയാക്കി കഴിച്ചോണ്ട് സോഫ്റ്റ് ഇഡ്ഡലി. ഇന്ന് നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ ഇഡ്ഡലിയായിരുന്നു കേട്ടോ. മിക്ക ദിവസങ്ങളിലും അമ്മയ്ക്ക് ഇഡ്ഡലി ഇങ്ങനെ കട്ടിയായി പോകാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അയ്യോ സോഫ്റ്റ് ഇഡ്ഡലി എന്ന് എടുത്ത് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഞാൻ 2 ഇഡ്ഡലി കഴിച്ചു. അപ്പുക്കുട്ടനാണെങ്കിൽ ആദ്യം അപ്പച്ചി വാരി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട ആവും വാരി തിന്നോളാന്നും പറഞ്ഞിട്ട് അവർ 2 ഇഡ്ഡലി എടുത്തിട്ട് ഈ സാമ്പാറിൻ്റെ ചാറുണ്ടല്ലോ, അതായത് നമ്മൾ ചായ അരിക്കുന്ന അരിപ്പയെ കൂടെ അരിച്ചെടുക്കത്തില്ലേ, അതുപോലെയാണ് സാമ്പാർ ആ ഒരു ചാറ് മാത്രമായിട്ട് അവൻ എടുത്തത്. എല്ലാരും കാണുമ്പോഴായിരിക്കും കൊച്ചു കൊച്ചായ അപ്പു തന്നെ നിൽക്കുന്ന വലിയ ചർക്കനായ സാങ്കേതിന് ഇങ്ങോട്ട് ഓൾറെഡി കിട്ടി, പിന്നെ നീ എന്തിനാ പോകുന്നത്?
ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ ടാറ്റ കൊടുത്തിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. കാരണം നമ്മുടെ വിളക്ക് കരിന്തിരി കത്തരുതല്ലോ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഞാൻ വിളക്കൊക്കെ അണച്ച് എല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ അമ്മയെ വീഡിയോ കോൾ വിളിച്ചു കേട്ടോ. അതോ ആ മുകളിൽ കിടക്കുന്ന തുണി എന്താണെന്ന് വെച്ചാൽ അത് നനയ്ക്കാനുള്ള തുണിയാണ്. അത് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് സ്റ്റെപ്പിന് മുകളിലോട്ട് അങ്ങ് ഇടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ കിടന്ന ബെഡ്ഷീറ്റാണ് കേട്ടോ. ഇത്തവണ ഇത് അപ്പുക്കുട്ടൻ മടക്കി വെച്ചിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് വിഷു അല്ലേ, വഴക്കൊന്നും പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു സൈഡിൽ നിന്ന് എല്ലാം മടക്കി എടുത്ത് വെച്ച് കേട്ടോ. ഇതിൽ അവസാനത്തെ ആ പുതപ്പ് മടക്കി വെക്കാത്തതിൻ്റെ കാരണം എനിക്ക് കുറച്ച് നേരം കിടന്നുറങ്ങണം. അപ്പം മൂടിപ്പോച്ച് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ആ ഒരു ബെഡ്ഷീറ്റ് മാത്രം ഞാൻ മടക്കി വെക്കാതെ അങ്ങനെ വിരിച്ചിട്ടത്. ഏട്ടനാണെങ്കിൽ പുറത്ത് ലക്കിയുടെ കൂടൊക്കെ വൃത്തിയാക്കി അവളെ മുറ്റത്തൊക്കെ അഴിച്ചു വിട്ടേക്കുമായിരുന്നു കേട്ടോ. അപ്പുക്കുട്ടൻ ഇപ്പോഴും ലക്കിയെ പേടിയാണ് കേട്ടോ. കാരണം ഈ ഓടുന്ന ഓട്ടത്തിൽ വന്ന് നമ്മളെ ഇടിക്കും. അപ്പം അവനാണെങ്കിൽ ഇച്ചിരിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് അവനിങ്ങനെ വീഴുന്ന പോലെ പോകുന്നതുകൊണ്ട് ലക്കി അഴിച്ചു വിട്ടാൽ അപ്പുക്കുട്ടൻ പുറത്തിറങ്ങത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ ദാണ്ട വാതിലെല്ലാം അങ്ങ് അടച്ചു, അകത്തോട്ട് കയറി. ഇനി കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചേ. കുറച്ച് നേരം കിടന്നിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേന് സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് വീണ്ടും വീട്ടിലോട്ട് തന്നെ അങ്ങ് പോരുന്നേ, അപ്പുക്കുട്ടനെ റെഡിയാക്കിയിട്ട്. അപ്പോൾ അമ്മ ദാണ്ട ചൂടോടെ പപ്പടം കാച്ചുകയാണ്. എനിക്ക് പപ്പടം കാച്ചാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പപ്പടം കാച്ചി കഴിഞ്ഞാൽ പപ്പടത്തിൻ്റെ നടുക്കൊക്കെ ഒരു ഊട്ടയിട്ട് കൊടുത്തിട്ടേ പപ്പടം കാച്ചത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ബുംന്നും പറഞ്ഞ് പൊങ്ങി വരത്തില്ല. നല്ല പരന്ന് നല്ല പപ്പടം കിട്ടും, ചെറിയ ചെറിയ കുമ്പളയായിട്ട്. അല്ലാതെ നമ്മൾ കാച്ചുമ്പോൾ ചില പപ്പടം ഇങ്ങനെ നമ്മുടെ ഫുട്ബോൾ പോലെ ഉരുണ്ടിരിക്കും. എനിക്കത് തിന്നാൻ അത്ര സുഖമില്ല കേട്ടോ. അതുകൊണ്ട് അമ്മ കാച്ചിയപ്പോഴത്തേനും ഇന്ന് മിക്ക പപ്പടങ്ങളും അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. അമ്മ പറഞ്ഞ് സൂപ്പർ പപ്പടമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. കല്യാണി അടുക്കളയിൽ കുക്ക് ചെയ്തിട്ട് ഭയങ്കര ചൂടായിട്ട് അവിടെ നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് നമുക്കിന്ന് ഇവിടെ ഇട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഡൈനിങ് ടേബിൾ കുത്തിപ്പറക്കി എടുത്ത് ഫ്രണ്ടിൽ കൊണ്ടിട്ടിട്ട് ഓരോന്നും ഇലയിൽ വിളമ്പി എടുക്കുകയാണ് കേട്ടോ. ഇതെല്ലാം അമ്മ പാവം എടുത്ത് ചെയ്ത് വെച്ചേക്കുകയാണ്. ഞങ്ങളൊരു സൈഡിൽ നിന്ന് വിളമ്പി. അപ്പം ഞാൻ വിളമ്പുമ്പോൾ എന്ത് പറ്റുമെന്നറിയോ, പച്ചടി അപ്പുറത്തെ സൈഡിൽ നിന്ന് വിളമ്പാൻ വേണ്ടി ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ വെക്കും. എനിക്കിപ്പോഴും കറക്റ്റായിട്ട് വാഴ എങ്ങോട്ട് തിരിച്ചിടണം, പച്ചടി എവിടെ തൊട്ട് വിളമ്പണം എന്നൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ലേ. ഇങ്ങനെ പൊങ്ങത്തില്ലടേ, അങ്ങനെ ഇത് ഇന്നലെ കൊണ്ടുവന്ന സൂപ്പർ പപ്പടമാണ്. ഞാൻ പെട്ടെന്ന് ഓർത്തില്ല കേട്ടോ. എന്റെ വായില മുളകെടുത്ത് വെച്ചിരുന്നു. ഞാനില്ല സദ്യയിലില്ല എന്താ പറയുന്നത്, ചക്രവർത്തിയും ചിപ്സില്ല വെച്ചിട്ടില്ല. ആ ഒരു ഓർമ്മയിൽ ഞാനങ്ങ് അതെ. തരാറില്ലേ പറഞ്ഞ മതി. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അപ്പുക്കുട്ടനും സാകേതും ഉണ്ടല്ലോ അങ്ങനെ ഫുഡ് കഴിക്കത്തില്ല. അവർ പകുതി വെച്ച് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകും. അപ്പോൾ പിന്നെ അവിടെ സാധാരണ ഞാനും ചേച്ചിയും കൂടെ അപ്പുറത്തും ഇപ്പുറത്തും അങ്ങ് ഇരിക്കാറാണ് പതിവ്. ഇന്ന് അമ്മ അപ്പുക്കുട്ടൻ്റെ അകത്തോ അല്ലെങ്കിൽ അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ എന്താണ്ട് അവർക്ക് ആ ചോറ് കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ തരാം, ടാബ് കളിക്കാൻ തരാം എന്നാണ് ചേട്ടൻ പറഞ്ഞത്. എനിക്കാണെങ്കിൽ വിശന്നോട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ കുനിഞ്ഞിരുന്ന് മുഴുവൻ കഴിച്ചു കേട്ടോ. പിന്നെ പതുക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ ഇവരെല്ലാം എഴുന്നേറ്റിട്ടും ചേച്ചിയുടെ അമ്മയുടെയും കൂടെയും ഞാൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. തുനിഞ്ഞിറങ്ങിയേക്കുവാന്നല്ലോ. പിന്നെ സദ്യ കഴിച്ച ക്ഷീണത്തിൽ ഞാൻ ഉറങ്ങിപ്പോയി, വ്ലോഗ് എടുക്കാൻ മറന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു.